ഹലോ, ഞങ്ങൾ ഇന്നലെ രാത്രി കയറിയതാണ്. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഈ 2 സീറ്റ് ഞങ്ങൾ ഏതോ കാലത്ത് ബുക്ക് ചെയ്യാൻ നോക്കി, പക്ഷെ ഞങ്ങൾക്ക് തന്നില്ല, വേറെ ആർക്കോ കൊടുത്തു. ഇന്നിപ്പോൾ അവൻ ചോദിച്ച് ആ സീറ്റ് വാങ്ങി. ഇവൻ്റെ റൂഡ് ബിഹേവിയർ ആണെങ്കിൽ പോലും അവർ എന്നെ ആലോചിച്ചിട്ട് എനിക്ക് ഈ സീറ്റ് താഴത്ത് തന്നു. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി 2:30 കയറിയതാണ്. ഇപ്പം ഏകദേശം എത്രയും സമയം? 10 മണി. 10 മണിയായി. 10 മണി കഴിഞ്ഞു. 11 മണിയാവാനായി. നമ്മളിപ്പോൾ തമിഴ്നാട് കടന്നിട്ടില്ല. ഇനി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ നമ്മൾ എത്തുക. എന്താ പറയാനുള്ള യാത്രയെ കുറിച്ച്? അങ്ങനെ പറയരുത്. ട്രെയിൻ യാത്ര ഇഷ്ടമില്ലാത്തവന് ഇതൊരു പുതു അനുഭവമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞു. അല്ല, നമ്മൾ രാവിലെ പല്ല് വെച്ചിട്ട് കുറേ ഇവിടെ നിന്ന് തിന്നു. ഇവൻ റെയിൽവേയിൽ ഉണ്ടാക്കുന്ന 2 വൃത്തികെട്ട സമൂസയും തിന്നു. ഞാനതൊന്നും തിന്നിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഫ്രഷ് സാധനങ്ങളെ വെച്ചോളൂ. ബ്രെഡും മീനച്ചാറും സാധനങ്ങളൊക്കെ, ഒരു പെട്ടി നിറച്ച് സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ബൈ ബൈ. റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിരിക്കുന്ന നാളെയും കൂടി ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. ഇതിനകത്ത് നല്ല തിരക്കാണെന്ന് കാണിച്ചെടുത്ത് ട്രെയിനകത്ത് നല്ല തിരക്കാണ്. പക്ഷെ കുഴപ്പമില്ല. എന്നെ കാണിക്കും. പിന്നെ തൊട്ടപ്പുറത്ത് ഒരു ഫാമിലി ഉണ്ട്. അത് നമ്മളെ നാട്ടിൽ നിന്ന് ഒരു ഫാമിലി. നമ്മളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ ഇവിടെ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കളിച്ചൊക്കെ ഇരിക്കുക. ട്രെയിൻ യാത്രയുടെ ബാക്കി പത്രം കണ്ട. കർട്ടൻ ഒടിഞ്ഞു കിടക്കുന്ന ഒരു കർട്ടനാണ് ഈ ട്രെയിനകത്തുള്ളത്. അവിടെ കിടന്നുറങ്ങാണ്. എന്നെ ഉറങ്ങാൻ സമ്മതിക്കാതെ കുറേ നേരമായി കിടന്നുറങ്ങണം. പുറത്ത് നല്ല വെയിലാണ്. ഇപ്പോൾ ആദ്യത്തെ ദിവസം, അതായത് നമ്മൾ കയറിയിട്ട് 24 മണിക്കൂർ കൂടി ആയിട്ടില്ല. സമൂസക്കാർ പോകുന്നുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ആരാണ്? ഇതാ, നമുക്ക് പുതിയൊരാളെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ ട്രെയിനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആളാ. ഇവിടെ നോക്കി, ഇതാ ഇങ്ങോട്ട് വാ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കുട്ടിയുടെ, ആദ്യം കാണിച്ച കുട്ടിയുടെ താത്തയാണ് ഇത്. ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടിയല്ല, വലിയ കുട്ടിയാണ്. എന്താ പേര്? ദുവാ സഫീർ ആണ്. ദാവ അവിടെ കിടന്ന് ഇങ്ങനെ കൂർക്ക വലിക്കണ്ട അപ്പൂപ്പൻ. ദുവാ സഫീർ പാട്ട് പാടിക്കോളൂ. ദുവാ സഫീർ വലിയ കുട്ടിയായോണ്ട് വെള്ളം കൊതിച്ച് നോക്കിയിരുന്നു. കഥ പറഞ്ഞു കുറുവി എന്തിനാ കുട്ടിക്കുറുക്ക അരുതാത്ത കായ നോക്കി കുതിച്ചു. വെള്ളം കൊതിച്ചു കണ്ടൊരു കാട്ടിലെത്തി. വെള്ളം കൊതിച്ച് കൊമ്പത്ത് നോക്കി. താങ്ക് യു പറ. ബൈ. ഹലോ, ഇത് 2ാമത്തെ ദിവസമാണ് ഞങ്ങൾ ട്രെയിനിൽ. ഞാൻ കുറേ നേരം എണീറ്റു. ഇവ എണീറ്റാതിരിക്കുന്നുണ്ടപ്പോൾ ഞാൻ ഇവനെ തോണ്ടി എണീപ്പിച്ചു. കണ്ട, ഡ്രസ്സ് മാറിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കൂടി ഞങ്ങൾ ഉപേക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലെ 2ാമത്തെ ദിവസം. ഇതിനകത്ത് കുറേ കണ്ട താഴെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ തൊട്ട് താഴെയുള്ളിടത്തുള്ളവർ എണീക്കാതെ ഞങ്ങൾക്ക് 2ആൾക്കും അപ്പുറം ബർത്താണ് കിട്ടിയത്. എന്താണ് ട്രെയിൻ യാത്രയെ കുറിച്ച് പറയാനുള്ളത്? മടുത്താ? ഇനി വരൂലേ? ഇനി അവൻ ട്രെയിൻ യാത്രയ്ക്ക് എൻ്റെ ഒപ്പം വരില്ല എന്നാണ് പറയണത്. കുഴപ്പമില്ല, നമുക്ക് വേറെ ആരെങ്കിലും കൊണ്ട് പോവാം. ഓക്കെ, അപ്പം ഇനി ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ എണീറ്റിട്ട് പല്ലിച്ചിട്ട് കഴിക്കട്ടെ കേട്ടോ. ഇത് തന്നെ പോണ ഒരു മാഗി എന്നൊക്കെ പറയാം, എന്തോ ഒരു സാധനം വാങ്ങി കഴിക്കുകയാണ്. 2 സമൂസ തിന്നതിന് ശേഷം, 2 അല്ല 4 സമൂസ തിന്നതിന് ശേഷം
ഇവൻ മാഗി വാങ്ങി കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് മാഗി? ഇവിടെ ബൻ സൗണ്ടാണ്, അവരാ പാട്ട് വെട്ടി വെച്ചിട്ട്. സെക്കൻഡ് ഡേ ആണ്. ഞങ്ങൾ ഡ്രസ്സൊന്നും മാറിയില്ല. പക്ഷേ ദുവയും ദുവ ശരിക്കും എങ്ങോട്ട് ഡ്രസ് മാറി. ബൈ. നമ്മളിപ്പോ ബർദ്മാൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ഇവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ ആയതുകൊണ്ട് തന്നെ ഫുഡ് ഡെലിവറിക്ക് പറ്റൂല എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ രാത്രി 8 മണിക്കാണ് ഇനി ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നമ്മൾ മിഞ്ഞാന്ന് രാത്രിയാണ് എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിച്ചത്. അതിന് ശേഷം നമ്മളൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയണില്ല, കണ്ട സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കോഫി വാങ്ങിയതാണ്. ഇപ്പൊ ഇവന്റെ കയ്യിൽ തന്നാണ്. ഇവനെ ഇത്രയും നേരം കുടിച്ചുകൊണ്ടിരുന്നു. എന്താ ട്രെയിൻ യാത്രയെ കുറിച്ച് പറയാറോ? ട്രെയിൻ യാത്ര വളരെ മടുപ്പിക്കുന്ന ഒരു യാത്രയാണ്. എന്റർടൈൻമെന്റ് ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ലേ? ഇനി എന്റെ ഒപ്പം യാത്ര വരില്ലേ ട്രെയിനില്? എത്ര ദിവസത്തേക്ക്? ഒരു ദിവസം. അവൻ ഇനി 1 നൈറ്റ് ട്രെയിനിലുള്ളതിനെ വരുള്ളൂ, 2 നൈറ്റ് ഒന്നും ട്രെയിനിലുള്ളതിന് വരില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ എന്തെങ്കിലും പറയാണ്ടോ? ഫുഡ് കഴിക്കാൻ വിശക്കുണ്ടോ? എന്തിന്റെ നമ്മള് രാത്രിക്ക് എന്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്? ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കുറെ ആൾക്കാർ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഇവര് ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ബായ് പറഞ്ഞു. ലാസ്റ്റ് രാത്രിയാണ്. നോ ബേബി വന്നിട്ടുണ്ട്. നോ ബേബി പോലെ ഡിങ്കിട്ടൊക്കെ കളിക്കാം. വാ കേറി കളിച്ച ഡിങ്കിരിട്ടക്ക ഇങ്ങനെ ഉണ്ണിയേ, ഉണ്ണിക്ക് ആരെ ഇഷ്ടം? അപ്പൂപ്പനെയാണോ ആന്റീനെയാണോ? പറയുന്നില്ലല്ലോ. ഹായ് പറ. ഹായ്. നൈറ്റ് ടൈമായി. നാളെ രാവിലെ നമ്മൾ എത്തും. ഇവൻ ഇതാ ഫുട്ബോൾ കാണുന്നു. കിടപ്പ് തന്നെ. ഫുഡ് വന്നിട്ടുണ്ട്. നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. അല്ലാതെ അവരെന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. ഒരു വൈബാണ്. എല്ലാവർക്കും തണുപ്പാണെന്ന് തോന്നുന്നു. ഇവന്റെ കളി കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അങ്ങനെ നമ്മുടെ ഫുഡ് നമ്മൾ അൺബോക്സ് ചെയ്യാണ്. ഇതെന്താണോ സാധനം? സിൽവർ ആർക്കേഡ് പ്രീമിയർ മാൾഡ. അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത്. കണ്ടിട്ട് പാക്കിംഗ് ഒക്കെ കണ്ടിട്ട് നല്ല ഫുഡാണ് തോന്നുന്നത്. തിന്നെ എങ്ങനെയാന്നുള്ളത് കണ്ടറിയാം ഗൈസ്. ഇവൻ വല്ല ഗിഫ്റ്റ് തുറക്കണ പോലെ സ്ലോ മോഷനിലാണ് തുറക്കുന്നത്. ഓക്കെ സാധനം കാണാൻ കൊള്ളാത്തിരി വെളിച്ചത്തോട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സിനും കാണായിരുന്നു. എനിക്ക് പോലും കാണാനില്ല. ഓക്കെ കൊള്ളാം. ഇനി ഒക്കെ പ്ലേറ്റിലോട്ട് ഇട്ടോളൂ. നല്ല സ്മെല്ലുണ്ട്. നീ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് ഞാൻ കഴിക്കാം. ഓക്കെ, കഴിക്കൂ. ഒരു സ്പൂൺ കഴിക്കൂ, നോക്കട്ടെ എങ്ങനെയുണ്ട്. അടിപൊളിയാ? ഓക്കെ, നമ്മൾ ബ്രേക്ക് എടുക്കുകയാണ്. ഫുഡ് കഴിക്കാൻ പോട്ടെ. നമ്മൾ ഈ ട്രെയിനകത്ത് കയറിയിട്ട് 48 മണിക്കൂർ ആവാനായിരിക്കുന്നു. 48 മണിക്കൂർ ഫുഡ് കഴിച്ച് വായ കഴുകി. ബിരിയാണി സൂപ്പറായിരുന്നല്ലേ? അധികം ഓവർ മസാല ഒന്നും ഇല്ലാത്ത ഒരു അടിപൊളി സാധനം.
ഒരു വേറൊരു ടേസ്റ്റ് നമ്മളെ നാട്ടിലെ ബിരിയാണി പോലെയല്ല, ഒരു ബംഗാളിയാണത്, ഉരുളക്കിഴങ്ങുള്ള ബിരിയാണി. പക്ഷെ അതിന്റെ ടേസ്റ്റ് കൊള്ളാം. നമ്മള് ഈ സീരിയലിലും സിനിമയിലും കാണൂല ഹിന്ദിക്കാർ കഴിക്കുന്ന ബിരിയാണി അതുപോലെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നത്തെ വ്ളോഗ് കൂടെ അവസാനിപ്പിക്കാൻ. അടുത്ത സ്റ്റോപ്പിൽ നമ്മളെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഇറങ്ങിപ്പോവും. പിന്നെ ആ കുട്ടികളും ആ ഫാമിലി നമ്മളെ ഒപ്പം ഇറങ്ങാനുള്ള ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളിനി ഉറങ്ങാൻ പോവാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങുള്ളൂ. പക്ഷെ ഇനി നമ്മള് വ്ളോഗ് എടുക്കുന്നില്ല. ഇനി പ്രത്യേകിച്ചും സംഭവിക്കില്ലായിരിക്കും. എന്തെങ്കിലും സ്പെഷ്യലായി സംഭവിക്കുമ്പോൾ മാത്രമേ നമ്മൾ വ്ളോഗ് എടുക്കും. ഓക്കെ ബൈ. അങ്ങനെ ലാസ്റ്റ് ഡേ ഈ ട്രെയിനിൻ്റെ അകത്ത് 3ാമത്തെ ദിവസമാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഗുവാഹട്ടി എത്താനായിട്ട്. നമ്മൾ കൊടുന്ന സാധനങ്ങളുടെ ബാക്കി സാധനങ്ങളൊക്കെ അടിച്ചു കയറ്റാണ്. ജനം പോയ എന്തൊക്കെയോ സാധനം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് പക്ഷെ ഒന്നും വാങ്ങാൻ പറ്റൂല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവസാനം ബണ്ണും ജാമും കൂടി തിന്നാണ്. ഞങ്ങൾ ചായ കോഫി വാങ്ങി. നല്ലതാണെന്ന് കാണുമ്പോൾ തോന്നുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? എത്താനായി. സമൂസ വേണമെന്നാണ് പറയുന്നത്. പക്ഷേ വീട്ടിൽ സമൂസ തിന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ വലുതായതുകൊണ്ട് വയറ്റിന് എന്തെങ്കിലും പ്രശ്നം വരുന്നുള്ളത് കൊണ്ട് നമ്മളത് ഒഴിവാക്കുകയാണ്. ഇന്നലെ തിന്ന സമൂസയൊക്കെ അവിടെ കിടക്കണില്ലേ. നമ്മള് കുറച്ച് നേരം കൂടെ ഉള്ളൂ കേട്ടോ എത്താനായിട്ട്. ആസാമിൽ കൂടെയാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗുവാഹട്ടി എത്തുന്നതിന് മുമ്പുള്ള കമാക്യ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾക്കിനി വെറും 8 കിലോമീറ്റർ മാത്രം. ഇവിടെ കണ്ട ഇവിടെ നമ്മളെ ഈ കമ്പാർട്ട്മെൻറ്റിൽ ഇനി ആൾക്കാർ അധികം ഇല്ല. ദിരുവർഗ് വരെ പോണ ട്രെയിൻ ആണെങ്കിൽ പോലും ഇതിൽ ആൾക്കാർ മെജോറിറ്റി ഇറങ്ങി പോയിരുന്നു ഇന്നലെ രാത്രി തന്നെ. ഇനി നമ്മൾ ഗുവാഹട്ടിയിൽ ഇറങ്ങും. പിന്നെയും കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ തുണിയൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. കണ്ട. ഓക്കെ, ദിരുബർഗിലോട്ടുള്ള ട്രെയിനിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഈ ട്രെയിൻ ദിരുബർഗ് എവിടെയാടാ? അവൻ പഠിച്ചിട്ടില്ല എന്നാ പറയുന്നത്. ദിരുബർഗ് എവിടെയാന്ന് അവൻ അറിയില്ല. അപ്പൊ നിങ്ങൾ തപ്പിക്കോളൂ, കുഴപ്പമില്ല. പിന്നെന്താ പറയാനുള്ളത്? ഓക്കെ, നമ്മൾ ഇറങ്ങാനായി. അപ്പോൾ ഈ ട്രെയിനകത്തുള്ള അവസാനത്തെ വ്ലോഗാണിത്. ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഒരുങ്ങിയായിരുന്നു ഇറങ്ങാനായപ്പോൾ. കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ചു. 2 ദിവസം കുളിയില്ലാത്തായിരുന്നു. ഇവനും ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ ലുക്കല്ല, കുറച്ച് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ. ഇവിടെ സ്റ്റോപ്പില്ല. അത് നിർത്തിയതാണ്. നിങ്ങൾക്ക് വേറെ ഇഷ്ടമാവും. ഇതിവിടെ സ്റ്റോപ്പില്ല. ഇവിടെ എന്തോ കാര്യത്തിൽ പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, ഒരു ബായ് പറയാം. ട്രെയിൻ വ്ലോഗ് ഇവിടെ അവസാനിക്കാണ്. ബൈ. ഇനി നാളെ വീഡിയോ ഇന്ന് തന്നെ ഇറക്കും ഞാൻ. ഓക്കെ, എല്ലാരും കാണണം. ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ട്രോളാതിരുന്നാ മതി. ബൈ.